ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വാർഡ്രോബ് റീഅറേഞ്ച്മെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്, പ്ലസ് ഓർഗനൈസിങ്. അപ്പോൾ നമ്മുടെ വാർഡ്രോബ് ഇതിലാണ് ഞാൻ ഡ്രസ്സൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ സൈഡിൽ ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്തിട്ടിട്ടുണ്ട്. അത് ഞാൻ പുറത്തോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുമ്പോഴോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ അയൺ ചെയ്ത് ഇങ്ങനെ വെക്കും. ബാക്കിയൊന്നും ഞാൻ അയൺ ചെയ്ത് വെക്കാറില്ല, ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ടാണ് എൻ്റെ ഡ്രസ്സൊക്കെ വെക്കാറ്. അത്യാവശ്യം നല്ല രീതിക്ക് ഈ പ്രാവശ്യം അലമാര അലങ്കോലമായിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വെക്കേഷൻ സമയത്തുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ പോയിട്ട് ഡ്രസ്സുകളൊക്കെ എടുക്കലും പിടിക്കലൊക്കെ ആയിട്ട് പിന്നെ ഞാൻ തിരിച്ചൊന്നും ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 2.5 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2-3 മാസം എന്തോ ആയിരുന്നുകൊണ്ട് ഞാനിത് ഒതുക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഒതുക്കാനായിട്ടുണ്ട്. പിന്നെ എനിക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്യുകയും വേണം. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. പലരും അലമാരയുടെ ഉള്ളിൽ ഞാൻ ലൈറ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചിരുന്നു, ഇത് ഓൺലൈനിൽ മേടിച്ചതാണോ എന്നൊക്കെ. അപ്പോൾ ഇത് ഓൺലൈനിൽ മേടിച്ചതല്ല, ഇത് ചേട്ടൻ LED ലൈറ്റ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി എനിക്ക് തന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കണക്ഷൻ കൊടുത്തതൊക്കെ ചെയ്തെടുത്തതാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടും വെളിച്ചില്ല, എനിക്കൊന്നും പ്രോപ്പറായിട്ട് കാണില്ല ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ലൈറ്റ് പിടിപ്പിച്ചപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും. കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് അലങ്കോലമായാൽ നന്നായിട്ട് അറിയാനായിട്ടും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒതുക്കി വെക്കണം. ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ ഭംഗിയായിട്ട് വെക്കുമ്പോൾ ഇത് വൃത്തിയില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ലൈറ്റ് എങ്ങനെ പിടിപ്പിച്ചതെന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ചേട്ടൻ അതങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ ഇനി പിന്നീട് ഏതെങ്കിലും അൽമാരയിൽ വേറെ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. ഇനി ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ അലമാരയിലുള്ള തുണികൾ ഓരോ സെക്ഷൻസ് തിരിച്ചിട്ട് ഒതുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒതുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുഴുവൻ തുണികൾ എടുത്ത് വെച്ച് എല്ലാം കാറ്റഗറി തിരിക്കണം. അതായത് സൽവാർ, ജീൻസ്, ടോപ്പ്, അങ്ങനെയൊക്കെ തിരിക്കണം. ഇനി അങ്ങനെയൊക്കെ തിരിച്ചിട്ടാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്, ജസ്റ്റ് അലങ്കോലം ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എടുത്തെല്ലാം ഒതുക്കിയാൽ മതി. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം സമയമുള്ള നേരത്ത് സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നേരത്ത് അലമാര ഒതുക്കാൻ നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇപ്പോൾ 2.5-3 മാസം കഴിഞ്ഞിട്ട് ഒതുക്കേണ്ടി വന്നത്. കാരണം എനിക്ക് അതിൻ്റെ ഇടയിൽ ഒന്നും നേരം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ സ്വസ്ഥമായി ഇരിക്കുന്ന ഒരു ടൈമിൽ അലമാര ഒതുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ അലമാര ഒതുക്കുന്ന സമയത്ത് നമ്മുടെ സമയം അനുസരിച്ച് വേണം നമ്മൾ എത്രത്തോളം ഒതുക്കണം തീരുമാനിക്കാൻ. നമുക്കൊരു ദിവസം ഫുള്ള് ഫ്രീ ആണ്, വേറെ തിരക്കുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫുൾ ഷെൽഫ് നമുക്ക് ഒറ്റയടിക്ക് ഒതുക്കാനുള്ള എനർജി ഉണ്ടെങ്കിൽ ഇതുപോലെ മുഴുവൻ എടുത്ത് നിങ്ങൾക്ക് ഒതുക്കാം. ഇല്ല, നിങ്ങൾക്ക് സമയമില്ല, അത്ര എനർജി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സെക്ഷൻ മാത്രം എടുത്തിട്ട് അത് കുറച്ച് ദിവസം ഒതുക്കി ഒരാഴ്ച കൊണ്ട് അങ്ങനെ ഒതുക്കി തീർക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം വെച്ചാൽ അങ്ങനെ ചെയ്തോളൂ. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അടുത്ത ദിവസം ആകുമ്പോൾ എനിക്ക് എന്തെങ്കിലും തിരക്ക് വരും, എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി ഇങ്ങനൊരു ജോലി എടുത്ത് അത് മുഴുവൻ ഒറ്റ ഇതിന് ചെയ്ത് തീർക്കാൻ നോക്കാറ്. അത് നല്ലൊരു ഹാബിറ്റ് അല്ല, പക്ഷേ എനിക്ക് അതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ആ ജോലി എൻ്റെ കംപ്ലീറ്റ് ആവില്ല, അടുത്ത ദിവസം വേറെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് എന്തായാലും ഇത് ചെയ്യും, ബാക്കി ജോലികളൊന്നും ഞാനിന്ന് ചെയ്യില്ല എന്ന് തീരുമാനം എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ മടക്കുന്ന രീതികൾ, നമ്മൾ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയാൽ കുറേ വീഡിയോസ് കാണും, പല രീതിയിൽ ഇങ്ങനെ മടക്കുന്നതും ഒക്കെ നല്ല ഭംഗിയായിട്ട് വെക്കണതൊക്കെ. ഞാനും അതൊക്കെ കുറേ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനതൊക്കെ ചെയ്ത അലമാരയിൽ വെക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും എനിക്കത് ഫോളോ ചെയ്യാനൊന്നും പറ്റാറില്ല. പലപ്പോഴും അത് വീണ്ടും പഴയ പോലെ തന്നെ ആവാറ പതിവ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് മടക്കി വെക്കുന്ന ഒരു രീതിയെ ഫോളോ ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് അതാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ കുറേ ബോക്സൊക്കെ വെച്ചിട്ടൊക്കെ ഞാൻ ആദ്യം ചെയ്തിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ നോർമൽ രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഫോൾഡ് ചെയ്ത് വെക്കുന്നത്, ഞാൻ എപ്പോഴും ഇപ്പോൾ പുറത്തേക്കൊക്കെ പെട്ടെന്ന് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് ഈ ഒരു ഷെൽഫിൽ വെക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ചുരിദാറുകളും അതിൻ്റെ കൂടെയുള്ള ബോട്ടം, ഷോൾ അതൊക്കെയാണ് വെച്ചിരുന്നത്. ഈ പ്രാവശ്യം ഇപ്പോൾ ഞാൻ മാറ്റിയിട്ട് ജീൻസും അതിൻ്റെ കൂടെ ഷോർട്ട് കുർത്തി, അതായത് ലോങ് കുർത്തി ഉണ്ടല്ലോ, വലിയ ടോപ്പല്ല, ഒരു ഹാഫായിട്ടുള്ള മോഡൽ ടോപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ എപ്പോഴും കുർത്തിയും അതിൻ്റെ കൂടെ ബോട്ടവും ഷോളും പെയർ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഡ്രസ്സിങ് സ്റ്റൈലൊന്ന് മാറ്റാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ജീൻസും ടോപ്പുകളൊക്കെ കുറച്ചിങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ അതെല്ലാം ടോപ്പിലിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകൾ തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ മക്കളൊക്കെ ഉണ്ടായ ശേഷം പിന്നെ എപ്പോഴോ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മാറിപ്പോയി. പിന്നെ വല്ലപ്പോഴും മാത്രമായി ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ട്രൈ ചെയ്യൽ. പിന്നെ എനിക്കിപ്പോൾ തോന്നി ഞാനിപ്പോൾ ട്രൈ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എൻ്റെ ആ ഒരു പഴയ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക. എപ്പോഴായാലും നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കിപ്പോൾ തോന്നി വീണ്ടും പഴയ പോലെയൊക്കെ ഒന്ന് ആവണമെന്ന്. അപ്പോൾ അങ്ങനെ ആ ഡ്രസ്സുകളൊക്കെ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇടയ്ക്കൊന്ന് മാറ്റുമ്പോൾ ഒരു പ്രത്യേക ഫ്രഷ്നെസ്സാണ്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വയസ്സൊക്കെ കുറഞ്ഞ പോലെ ഒരു ഫീൽ കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടുത്തത് ഞാൻ എൻ്റെ കയ്യിലുള്ള ലെഗിങ്സ് എല്ലാം തന്നെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലെഗിങ്സിൻ്റെ ബ്രാൻഡ് ട്വിൻ ബേർഡ് ആണ്. ചിലപ്പോൾ നിങ്ങൾ കുറേ പേര് യൂസ് ചെയ്യുന്നതാവും. എല്ലാ സൈസിലും അവൈലബിൾ ആണ്. മാത്രമല്ല നല്ല ക്വാളിറ്റിയാണ്. ഒരുപാട് നാൾ
ലാസ്റ്റ് ചെയ്യും. കീറി അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കളറായാലും ഒന്നും എൻ്റെ കയ്യിലുള്ളത് ഇതുവരെ ഫേഡായിട്ടൊന്നും ഇല്ല കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്. ആദ്യം എനിക്ക് ലെഗിങ്സ് അത്ര ഇഷ്ടമുള്ള ഒരു പാൻറ് ആയിരുന്നില്ല. പിന്നീട് ഓരോ ഡ്രസ്സിനൊക്കെ മാച്ചാക്കി അത് വന്നപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് നോക്കിയപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കളേഴ്സൊക്കെ ഇങ്ങനെ മാച്ച് ചെയ്തിട്ട് കുർത്തിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കൂടുതലും അനാർക്കലി പോലത്തെ കുർത്തിയുടെ കൂടെയാണ് ഞാൻ ലെഗിങ്സ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുള്ളത്. വില കുറച്ചുണ്ട്, പക്ഷേ നല്ല ക്വാളിറ്റിയാണ്. കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. ഞാനതും കൂടി ഫോൾഡ് ചെയ്ത് ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഷെൽഫിൽ ഞാൻ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് 2 ഓർഗനൈസേഴ്സാണ്. അതിൽ ഒരെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്, ഷർട്ട് ഓർഗനൈസർ എന്ന് അതിൻ്റെ പേര്. പക്ഷേ നമുക്കിതിൽ എന്ത് വേണമെങ്കിലും ഒതുക്കി വെക്കാം. എനിക്കിതാണ് ഞാൻ പല ഐറ്റംസ് മേടിച്ചതിലും ഏറ്റവും നന്നായിട്ട് തോന്നിയൊരു ഓർഗനൈസർ. ഇതിലാണ് ഞാൻ എൻ്റെ കുർത്തീസ് അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഞാൻ ഓൺലൈനിൽ മേടിച്ചിട്ടുള്ള ഐറ്റംസിൻ്റെ ഒക്കെ ലിങ്ക്സ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ടോപ്പുകളെല്ലാം തന്നെ ഞാൻ ഇതിലാണ് മടക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒതുക്കുന്ന സമയത്ത് ഇത് പുറത്തോട്ട് എടുത്ത് വെക്കാനൊക്കെ നല്ല ഈസി. അത് മുഴുവനായിട്ട് ഈ ബോക്സ് മാത്രം ഇങ്ങനെ പുറത്തോട്ട് എടുത്ത് വെച്ച് ഒരു സെറ്റ് ഒതുക്കി നമുക്ക് ഈസി ആയിട്ട് തിരിച്ച് വെക്കാം. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സുകളൊക്കെ മിക്സ് ആവണ പ്രശ്നമൊന്നുമില്ല, നീറ്റായിട്ടിരിക്കും. ഇതിൽ ഞാൻ പല ബോക്സുകളും അങ്ങനത്തെ ഒക്കെ കുറേ ഓർഗനൈസേഴ്സ് ഒക്കെ നോക്കിയതിലും എൻ്റെ ഷെൽഫിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഒതുക്കി വെക്കാൻ തോന്നിയത് ഈ ബോക്സിൽ ഇങ്ങനെ വെക്കുന്ന ഒരു രീതിയാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതി വെച്ചാൽ അലക്കി കൊണ്ടുവന്നെല്ലാം നോർമലായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് വെക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചുളിവും കാര്യങ്ങളൊക്കെ കാണാൻ മടക്കുന്ന അത്ര ഭംഗിയൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അയൺ ചെയ്ത എല്ലാ ഡ്രസ്സും അൽമാരയിൽ വെക്കാറില്ല. എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു 8 ടോപ്പോ അങ്ങനെ എന്തെങ്കിലും അയൺ ചെയ്ത് ഞാൻ അൽമാരയുടെ സൈഡിൽ ഹാങ് ചെയ്ത് വെക്കും. ആ ഒരു മാസത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ യാത്രകളുണ്ടെങ്കിൽ ഞാൻ ആ ടോപ്പുകളായിരിക്കും യൂസ് ചെയ്യാം. പിന്നെ ഷോളും അതിൻ്റെ കൂടെ ബോട്ടവും എനിക്കിഷ്ടമുള്ളത് പെയർ ചെയ്ത് യൂസ് ചെയ്യാണ് പതിവ്. പിന്നെ ജീൻസും ഷോർട്ട് കുർത്തീസും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചുളിവുകളൊന്നും ഇല്ലാതെ ഹാങ്ങർമയാണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതും യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ടോപ്പുകൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാതും അയൺ ചെയ്ത് വെച്ചാൽ കുറേ ആകുമ്പോൾ ഇതിലൊക്കെ ചുളിവുകൾ വരും. ജോലിക്ക് പോകുന്നവരാകുമ്പോൾ കുറേ കൂടി അധികം അയൺ ചെയ്തൊക്കെ വെക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ഞാൻ ആവശ്യങ്ങൾക്കല്ലേ പുറത്തേക്ക് പോകണുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അയൺ ചെയ്ത് കുറച്ച് ടോപ്പുകൾ മാത്രം ഇങ്ങനെ സൈഡിൽ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു ബോക്സിൽ മൊത്തം പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പുകളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു ബോക്സിൽ കുറച്ച് പ്രിൻറ്റഡ് ആയിട്ടുള്ള ടോപ്പുകളാണ് ഒതുക്കി വെക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഒരു ബോക്സിൽ എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുന്ന നല്ല സൽവാറുകളൊക്കെയാണ് എടുത്ത് വെക്കുന്നത്. ഭയങ്കര ഹെവി വർക്കുള്ളതല്ല, ഒരു മീഡിയം ഫാൻസി അങ്ങനത്തെ മോഡൽ. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ഹെവി വർക്കുള്ള സൽവാറൊക്കെ യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ അത് അത്രയും ട്രെൻഡ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യമൊക്കെ ഞാൻ യൂസ് ചെയ്തത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ട്രെൻഡ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള മോഡലാണ് കുറച്ചും കൂടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ ഫോൾഡ് ചെയ്ത് ഈ ഒരു ബോക്സിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ള ഉടുപ്പ് പോലത്തെ സൽവാർ, അതായത് അനാർക്കലി പോലത്തെ കുർത്തീസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തന്നെ ഈ ഒരു ബോക്സിൽ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് ഞാൻ ഈ ടോപ്പുകളൊക്കെ എടുക്കുന്നത്. ചില വീഡിയോസിൽ കാണുമ്പോൾ ആ ടോപ്പുകളെല്ലാം തന്നെ ഞാൻ സാധാരണ എടുക്കാറുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നുമാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. കടകളിൽ നിന്ന് എടുത്തിട്ടുള്ളതുണ്ട്. എന്നാലും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കൂടുതൽ ഓൺലൈനിൽ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. ചില സമയത്ത് ആദ്യത്തിലൊക്കെ 2-3 മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. കാരണം ചില ടോപ്പുകളുടെയൊക്കെ പ്രിൻറ്റുകൾ ഇങ്ങനെ കഴുകുമ്പോൾ ഇപ്പോൾ മാഞ്ഞു പോണതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാൻ റിവ്യൂസൊക്കെ നോക്കി ഒരുവിധം നല്ലതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ഞാൻ എടുക്കുമ്പോൾ ഒരു സൈസ് കൂടുതലുള്ള ടോപ്പാണ് എടുക്കുക. കാരണം കോട്ടനൊക്കെ പ്രത്യേകിച്ചും അലക്കി കഴിഞ്ഞ് ചിലപ്പോൾ ചുരുങ്ങി പോകാറുണ്ട്. അടുത്ത ബോക്സിൽ ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഉടുപ്പുകളൊക്കെ വെക്കുന്നത്. അപ്പോൾ ഈ ഉടുപ്പുകളെല്ലാം തന്നെ ലൈൻ മോഡൽ, മറ്റേ അമ്പർല ഉടുപ്പുണ്ടല്ലോ അതുപോലത്തെ മോഡൽ ഉടുപ്പാണ്. എല്ലാം ക്രേപ്പ് മെറ്റീരിയലാണ് വരണേ. ചൂട് കാലത്തേക്ക് കുഴപ്പമില്ല എന്നുള്ളൂ. നമുക്ക് ഞാൻ യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്, പക്ഷേ ചിലവർക്ക് അത്ര ഇഷ്ടമല്ല ക്രേപ്പ് മെറ്റീരിയൽ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ ക്രേപ്പ് മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഉടുപ്പുകൾ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നൈറ്റിക്ക് പകരം കുറച്ചും കൂടി ഭംഗിയായിട്ട് വീട്ടിൽ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഉടുപ്പുകൾ യൂസ് ചെയ്യാം. കോട്ടൻ്റെ ഉടുപ്പുകളും വരുന്നുണ്ട്. പക്ഷേ കോട്ടൻ്റെ ഒരു കുഴപ്പം ഭയങ്കരമായിട്ട് ചുളിവ് വരും. ഇതാവുമ്പോൾ നമുക്ക് അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡെയിലി വീട്ടിലിടുന്ന ഡ്രസ്സൊന്നും അയൺ ചെയ്യുന്ന വെച്ചാൽ അത്ര എളുപ്പമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്രേപ്പിൻ്റെ ഉടുപ്പുകൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ള ഈ ഉടുപ്പുകളുടെ പർച്ചേസ് ലിങ്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അല്ലാത്തിൻ്റെ ഉണ്ടാവില്ല, ഉള്ളതിൻ്റെ ഞാൻ കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആവശ്യമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അങ്ങനെ നമ്മൾ ബോക്സുകളിൽ എല്ലാ ഡ്രസ്സുകളും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം തന്നെ അൽമാരയിലോട്ട് വെക്കാം. അപ്പോൾ ഈ ബോക്സ് ഉപയോഗിക്കുമ്പോഴത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ നമ്മൾ ഈ ബോക്സ് വെക്കുകയാണെങ്കിൽ മറുവശത്ത് ബോക്സ് വെക്കണമെന്നില്ല. നമുക്കതിൻ്റെ കണ്ടില്ലേ ഇടയിൽ തന്നെ ഒരു പാർട്ടീഷൻ പോലെ വന്നു. അപ്പോൾ നമുക്ക് ഐറ്റംസ് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. ഈ 2 എണ്ണം വെക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ 2 എണ്ണം വെക്കാം. ഈ ഒരു ബോക്സ് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
അലമാരയുടെ അളവ് എടുത്തിട്ട് ഈ ബോക്സിൻ്റെ അളവിൻ്റെ ഇത് നമുക്ക് മേടിക്കുന്ന സമയത്ത് ഓൺലൈനിൽ അതിൻ്റെ പിക്ചേഴ്സിൽ കാണാൻ പറ്റും അതിൻ്റെ അളവുകളൊക്കെ. ആ അളവും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് മേടിക്കാൻ മറക്കരുത്. സാധാരണ വലിയ അലമാരയിലൊക്കെ കൊള്ളാറുണ്ട്, പക്ഷെ ചില ചുമരലമാരകളിൽ ചിലപ്പോൾ കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പോൾ അളവ് നോക്കിയിട്ട് ഈ ബോക്സ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ അലമാരയിലേക്ക് ഇത് പെർഫെക്റ്റ് ആയിരുന്നു. ഒക്കെ ദേ ഒതുക്കി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിലുള്ള ഷിഫോണിൻ്റെ ഷോളുകളുണ്ടല്ലോ, അത് മടക്കി വെക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നാറുള്ളത് ആദ്യമൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചതോടുകൂടി ഇത് കുറേ വർഷമായിട്ട് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ഷോൾ ഇതുപോലെ റോൾ ചെയ്തിട്ടാണ് അലമാരയിൽ വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ വലിക്കുന്ന മോഡൽ ഷെൽഫിൽ റോൾ ചെയ്തിട്ട് വെക്കുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ട്രേ ഉപയോഗിച്ചിട്ട് അതിലിങ്ങനെ റോൾ ചെയ്ത് വെക്കുക. ഇതാണ് എനിക്ക് കറക്റ്റായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ള ടെക്നിക്ക്. അത് ഞാൻ ആവശ്യമുള്ളപ്പോൾ ഈ ഷോൾ പുറത്തോട്ട് എടുക്കും, എന്നിട്ട് ഒന്ന് നീർത്തിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചുളിവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അയൺ ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഞാൻ ചെയ്യാതൊന്നുമില്ല. എന്തായാലും ഷോളിൻ്റെ ഓർഗനൈസിങ് പ്രത്യേകിച്ചും ചെയ്യാനുണ്ടായിരുന്നില്ല, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തതായിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള സാരി, അതുപോലെ തന്നെ ഹെവി വർക്കുള്ള അനാർക്കലി അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അത് ഒതുക്കി വെക്കാൻ പോണത് ഈ ഒരു സാരി ബാഗിൽ ഒതുക്കണേ. ഇത് നിങ്ങൾ വീഡിയോ തുടങ്ങിയ കാലത്തെ കേൾക്കണതാവും ഈ സാരി ബാഗിനെ കുറിച്ച്. ഇത് ഞാൻ അന്നോട്ടേ ഉപയോഗിക്കുന്നതാണ്, കുറേ നാളായി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ ഉള്ളിൽ ഞാൻ ഹെവി വർക്കുള്ള സാരിയൊക്കെ വെക്കുന്നത്, ഇതിൽ 5-6 വലിയ സാരികളൊക്കെ നമുക്ക് സുഖമായിട്ട് ഈ ബാഗിൽ വെക്കാം കേട്ടോ. ഇത് നമുക്ക് 6 12 ബാഗുകളായിട്ടൊക്കെ ഈസി ആയിട്ട് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഇത് മേടിച്ച് വെച്ചാൽ ഇതിലിങ്ങനെ അതേ കണ്ടിൽ ഒതുക്കി വെച്ചാൽ ഈസി ആയിട്ട് സാരി ഒതുക്കി വയ്ക്കാൻ നല്ല എളുപ്പമാണ്. ഞാൻ മടക്കി വെച്ചാൽ അത്ര ഭംഗിയൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ നോക്കണ്ട. ഞാൻ അത്രയും ഭംഗിയായിട്ട് മടക്കാൻ അറിയുന്ന ആളല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കൂടെ ഇതിലാണ് വെക്കാറുള്ളത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാനെടുത്ത് അയൺ ചെയ്ത് യൂസ് ചെയ്യും. ഞാൻ സാരി യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. അത്രയും വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ ബാഗ് എടുക്കും. ഓരോ ബാഗിലും ഞാൻ തരം തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. അതായത് ഷിഫോൺ സാരി, ഫാൻസി വെയർ, അതുപോലെ തന്നെ പട്ട് സാരി, അതൊക്കെ ഞാനിങ്ങനെ പല പല ബാഗിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തം 4 ബാഗാണ് ആകെയുള്ളൂ. അപ്പോൾ അതിലാണ് ഞാൻ സാരി വെച്ചിരിക്കുന്നത്, ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട്. പിന്നെ ഈ ബാഗ് ഉപയോഗിക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ സിബ്ബാണ്. ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നു. ചിലയത്തിൻ്റെ സിബ്ബ് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് വലിച്ചൊക്കെ അടച്ച സിബ്ബ് കംപ്ലൈൻറ്റ് വരും. നമ്മൾ സൂക്ഷിച്ചു യൂസ് ചെയ്താൽ കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഈ ഒരു ബാഗിൽ സെറ്റ് സാരികൾ മാത്രമായിട്ടാണ് എല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാരികളെല്ലാം ഒതുക്കി കഴിഞ്ഞു. അടുത്തായിട്ട് സാരി ബാഗിൽ നമുക്ക് ഹെവി വെയിറ്റുള്ള പാർട്ടി വെയർ ഇങ്ങനത്തെ സൽവാറൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് സെറ്റാക്കി വെക്കാം. അത് ബോട്ടം, ടോപ്പ്, ഷോള്. അപ്പോൾ ഞാനൊരു 3 സെറ്റോളം ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളത്. ഇതും ഇതിൽ വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഒറ്റ ബാഗിൽ വെക്കേണ്ടെന്നുണ്ടെങ്കിൽ സിംഗിളായിട്ട് ഐറ്റംസ് വെക്കണമെങ്കിൽ സിംഗിളായിട്ടുള്ള സാരി ബാഗ് മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ സാരി ആയാലും ഇങ്ങനത്തെ ടോപ്പുകളായാലും ഒക്കെ നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റും. അതിൽ നമുക്കിതിൻ്റെ സെറ്റായിട്ട് ഒതുക്കി വെക്കാം. ഇനി ബ്ലൗസൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ആ ബ്ലൗസ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബാഗ് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ റെഡിമെയ്ഡ് ബ്ലൗസുകളൊക്കെ നമുക്ക് ഈ ഒരു ബാഗിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കത് മാച്ച് ചെയ്ത് പെയർ ചെയ്യണമെങ്കിൽ ഈസിയാണ് ഇതിൽ വെക്കുകയാണെങ്കിൽ. അങ്ങനെ നമ്മൾ ഈ ഷെൽഫിലെല്ലാം തന്നെ വെക്കുകയാണ്. ഇത് ഏറ്റവും താഴ്ത്ത് വെക്കുമ്പോൾ നമുക്കത് എപ്പോഴും എടുക്കുന്നതൊന്നല്ലല്ലോ, അതുകൊണ്ട് തന്നെ താഴ്ത്തേക്കാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഏത് ഐറ്റംസ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ഷെൽഫിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ വെക്കുകയാണെങ്കിൽ എടുക്കാൻ ഈസി ആയിരിക്കും. പിന്നെ ഇത് നമ്മൾ ഒതുക്കി വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ഇരിക്കാനൊന്നും പോകുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അത് അലങ്കോലൊക്കെ ആവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് ഒതുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇതെല്ലാം ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഷെൽഫ് നമുക്കൊന്ന് കണ്ട് ആസ്വദിക്കാം കുറച്ച് ദിവസത്തേക്ക്. അങ്ങനെ എൻ്റെ ഇന്നത്തെ വലിയൊരു ടാസ്ക് കംപ്ലീറ്റ് ആയി. നാളെ ഇപ്പോൾ റൂം ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമാണ്, കാരണം എൻ്റെ ഷെൽഫ് ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ടാസ്ക് ഫ്രീ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, എന്നോട് കമൻസിൽ പറയുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.